നമസ്കാരം. ഭാരതത്തിന്റെ ആത്മീയ ഭൂപടത്തിൽ അയോധ്യയോളം തന്നെ പ്രാധാന്യമുള്ള മണ്ണാണ് ഗുരുവായൂർ. എന്നാൽ അയോധ്യയിലെ രാമജന്മഭൂമി നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ ഭക്തർക്ക് തിരികെ ലഭിച്ചപ്പോൾ ദക്ഷിണ ഭാരതത്തിലെ കാശിയായ ഗുരുവായൂർ ഇന്നും ഭരണകൂട ഭീകരതയുടെയും അവഗണനയുടെയും നിഴലാണെന്ന വലിയ സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ രംഗത്തെത്തുന്നത്. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ആദരവോടെ നോക്കിക്കാണുന്ന പുണ്യഭൂമിയാണ് ഗുരുവായൂർ. എന്നാൽ ക്ഷേത്ര നഗരമെന്ന് അറിയപ്പെടുമ്പോഴും ഈ മണ്ണിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഹൈന്ദവ വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA പോലും ഇല്ലെന്ന യാഥാർത്ഥ്യം അത്യന്തം വേദനാജനകമാണ്. അമ്പലക്കൊള്ളക്കാരും ഭക്തിയെ വെറും കച്ചവടമായി കാണുന്ന വിരോധികളും ചേർന്ന് ഗുരുവായൂരപ്പന്റെ ഈ ഭൂമി കൈയടക്കി വെച്ചിരിക്കുകയാണെന്നുള്ളത് ഗോപാലകൃഷ്ണൻ ആരോപിക്കുന്നു. ഭഗവാന്റെ മണ്ണിൽ ഭക്തന് നീതി ലഭിക്കാത്ത സാഹചര്യം മാറണമെങ്കിൽ രാഷ്ട്രീയമായ ഒരു ഉടച്ചുവാർക്കൽ അനിവാര്യമാണെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഈ പോരാട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന സമകാലിക രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം തന്റെ ആദർശം ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എനിക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു രാഷ്ട്രീയ ബോധ്യമാണ്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ഹൈന്ദവ ധർമ്മത്തിനും വിരുദ്ധമായി നിൽക്കുന്ന ഒരു ശക്തിയുമായും സന്ധി ചെയ്യില്ല എന്ന പ്രഖ്യാപനം സ്വാഭിമാനമുള്ള ഓരോ ഭക്തനും ആവേശം നൽകുന്നതാണ്. ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടുന്നു എന്ന പരാതിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഭക്തർ നൽകുന്ന കാണിക്കപ്പണം ദേവസ്വം ബോർഡിന്റെ മറവിൽ അഹിന്ദുക്കളായ രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ പോലും ക്ഷേത്രത്തിന്റെ തനിമ തകർക്കുന്ന രീതിയിലാണ് നടക്കുന്നത്. ഈ അക്രമങ്ങൾക്കും അഴിമതികൾക്കും അന്ത്യം കുറിക്കാൻ അയോധ്യ മോഡൽ പോരാട്ടം കേരളത്തിലും അനിവാര്യമാണ്. രാമക്ഷേത്രത്തിനായി നടന്ന നിയമപരവും ആത്മീയവുമായ പോരാട്ടം പോലെ ഗുരുവായൂരിനെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗുരുവായൂർ ഭക്തരുടെ ഹൃദയമിടിപ്പാണ്. അവിടെ ഭഗവാന് വേണ്ടത് ഭക്തരുടെ പ്രതിനിധിയാണ്, അല്ലാതെ ക്ഷേത്ര വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെയല്ല. തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചുറപ്പോടെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു നേതാവിനെയാണ് കാലം ആവശ്യപ്പെടുന്നത്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ തന്റെ രാഷ്ട്രീയ ദൗത്യം ആരംഭിക്കുന്നത് ഈ ബോധ്യത്തിൽ നിന്നാണ്. നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം കേവലം വോട്ടിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് തകർക്കപ്പെട്ട ഹൈന്ദവ സ്വാഭിമാനം വീണ്ടെടുക്കാനുള്ള മഹായാത്രയിലേക്കുള്ള ക്ഷണമാണ്. വരും ദിവസങ്ങളിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ ഈ പോരാട്ടം കൂടുതൽ ശക്തമാവുകയും കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു മാറ്റത്തിന് ഇത് വഴിയൊരുക്കുകയും ചെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.